രണ്ടാം ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം കൊരട്ടി പോലീസ് പിടികൂടി. ആലപ്പുഴ കാഞ്ഞിരംചിറ മണ്ണാമ്പറമ്പിൽ ബാബുവാണ് കോട്ടയത്ത് നിന്നും അറസ്റ്റിലായത്. കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി ദേവകിയെയാണ് കൊലപ്പെടുത്തിയത്. 1999 മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിലെത്തിയ പ്രതി പിന്നീട് ധ്യാനകേന്ദ്രത്തിന് സമീപത്തെ ചായക്കടയിൽ ജോലി ചെയ്തു. കടയുടമയുടെ വിശ്വാസം പിടിച്ചുപറ്റി സഹോദരിയെ വിവാഹം കഴിച്ചു. ഇവരുടെ സ്വർണവും 6 സെന്റ് സ്ഥലവും സ്വന്തമാക്കാനുള്ള ശ്രമത്തിനിടെയുണ്ടായ തർക്കത്തിൽ 2011 പ്രതിയുടെ വെട്ടേറ്റ് ഭാര്യ മരിച്ചു. തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ 2009 ഒക്ടോബറിൽ കൊരട്ടി പോലീസ് പിടികൂടി. 2011 ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും മുങ്ങി. കൊരട്ടി പോലീസ് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോട്ടയത്ത് നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വർഷങ്ങൾക്ക് മുൻപ് കാഞ്ഞിരപ്പള്ളിയിലെ പേപ്പർ മില്ലിൽ ജോലി നോക്കുന്ന സമയത്ത് പ്രതിയുടെ വിരൽ അറ്റുപോയിരുന്നു. പ്രതി ESI പെൻഷൻ വാങ്ങുന്നതായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായി പ്രതി കോട്ടയത്തെ ഓഫീസിൽ എത്താറുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം ഈ ആവശ്യത്തിനായി എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. പ്രതി 3-ലധികം വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. മീഡിയ ടൈം, കൊരട്ടി.